രാവിലെ കുറച്ച് നേരം പഠിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് പഠിക്കാനിരുന്നു. അപ്പോൾ മാത്സ് കാരണം ഞാനിങ്ങനെ എഴുതി പഠിച്ചിട്ടാട്ടോ, കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഈ എക്സാമിനൊക്കെ പോകുന്നത്. കാരണം ഇൻ്റഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സംഭവമാണ്. അപ്പോൾ ഞാനിങ്ങനെ പ്രോബ്ലംസ് ഇങ്ങനെ എടുക്കും, അതിന് ശേഷം ഇങ്ങനെ ചെയ്യും. കുറേ തിയറംസൊക്കെ ഞാൻ കാണാണ്ട് പഠിച്ചിട്ടാട്ടോ പോകുന്നത്. കാരണം അത്രയും ടഫാണ് മാത്സ്. എനിക്ക് ഏത് നേരത്താണോ മാത്സ് എടുക്കാൻ തോന്നിയെന്ന് വരെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞാനിങ്ങനെ പ്രോബ്ലംസ് ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റിലെ പ്രോബ്ലംസ് ഉണ്ട്, അതുപോലെ തന്നെ ഇതുപോലത്തെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ കറക്റ്റ് ടെക്സ്റ്റ് മോഡലുണ്ടാവും. അപ്പോൾ രണ്ടിലും രണ്ട് പ്രോബ്ലംസൊക്കെ മിക്കപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ഇടാമെന്ന് പറയാൻ പറ്റില്ല. ടെക്സ്റ്റിൽ നിന്നാണ് ബേസ് ചെയ്ത് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഠിക്കണം, പിന്നെ ഇതിൽ നിന്നാണെന്ന് വെച്ചാൽ ഇത് പഠിക്കണം. രണ്ടിലും സെയിം പ്രോബ്ലംസ് ഉണ്ടാവും, സെയിം മോഡൽ തന്നെ ആയിരിക്കും ചാപ്റ്റേഴ്സ്. പക്ഷേ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ കുറച്ച് നമുക്ക് ഇതിൽ ചിലപ്പോൾ കുറച്ച് എക്സ്ട്രാ തരും, അതിലും എക്സ്ട്രാ തരും. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ച് പോയാലാണ് വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഞാനിങ്ങനെ ഈ ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ തന്നെ ടെക്സ്റ്റിലുള്ള കുറച്ച് പ്രോബ്ലംസ് കൂടെ ചെയ്ത് നോക്കാനായിട്ട്. ഞാനതാണ് ഇപ്പോഴേ തുടങ്ങി, കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റാണ് നമ്മുടെ ഈ കാൽക്കുലസ്. അപ്പോൾ എനിക്ക് ഇത് കുറേ സമയം വേണം ഇത് പഠിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ തന്നെ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു. പിന്നെ ഭയങ്കരമായിട്ട് ബോറടിക്കും നമുക്ക് ഈ മാത്സ് പഠിക്കുമ്പോൾ. അത് കാരണം നമുക്ക് തിയറി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും വേറൊരു സബ്ജക്റ്റാണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ പഠിക്കാം, ഇങ്ങനെ വായിച്ച് പഠിക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷേ മാത്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കഷ്ടപ്പെടുന്നൊരു സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ ഏതായാലും എനിക്ക് ഭയങ്കര ബോറടിക്കും കേട്ടോ. 1-2 മണിക്കൂർ ഇങ്ങനെ അടുപ്പിച്ചിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഉറക്കം വരുന്നൊരു ഫീലൊക്കെ വരും. അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് നേരം ഇരുന്ന് പഠിക്കും, പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് നേരം, അങ്ങനെ ആകുമ്പോൾ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ പഠിക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ബോറിങ് തോന്നാറില്ല. അപ്പോൾ ഞാനതാണിങ്ങനെ കുറച്ചിങ്ങനെ വായിച്ച് ഇങ്ങനെ പഠിക്കും. അതിന് ശേഷം അത് എഴുതി നോക്കും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അത് മറന്നും പോകും കേട്ടോ. അപ്പോൾ വീണ്ടും പഠിക്കും. അങ്ങനെയൊക്കെയാണ് പഠിച്ച് പോകുന്നത്. അപ്പോൾ ഏതായാലും ഞാനിങ്ങനെ നോട്ട്സ് ഇങ്ങനെ എഴുതിയാണ് ഇപ്പോൾ പഠിക്കുന്നത്. പണ്ട് ഞാനിങ്ങനെ വായിച്ച് പഠിച്ച് പോകലുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ കറക്റ്റായി ഇത് നമുക്ക് ആ പഠിച്ച ഫുള്ളും അങ്ങോട്ട് കിട്ടില്ല, പകുതിയൊക്കെ മറന്നു പോകും. അങ്ങനെ അതൊക്കെ പഠിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിവിടെ ഒരു കുരുമുളക് ഉണ്ടായിരുന്നു, അടയ്ക്കാരാണെന്നു, അത് വീണു കേട്ടോ. അപ്പോൾ അമ്മ കുരുമുളക് പറിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കൂടെ പൊട്ടിക്കാൻ പോയി. നല്ല ഫ്രഷ് കുരുമുളകായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും അത് പൊട്ടിച്ച് നല്ല ഇതുണ്ട്, വലിപ്പമുണ്ട്. അപ്പം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്, ചിലത് പഴുത്തിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തു. അമ്മ അപ്പുറത്തെ സൈഡ് പൊട്ടിച്ചെടുത്തു, ഞാൻ ഇപ്പുറത്തും പൊട്ടിക്കാൻ നിന്നു. അപ്പോൾ വേഗം പൊട്ടിക്കൽ കഴിയുമല്ലോ. ഇവിടെയെന്ന് വെച്ചാൽ നല്ല തണലേരിയാണ് കേട്ടോ. അപ്പം കുരുമുളക് നല്ല ഉഷാറിന് തന്നെ വരുന്നുണ്ട്. ഈ അടയ്ക്കാരത്തുമ്മലൊക്കെ കുരുമുളക് കിട്ടിയാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അടയ്ക്കാരൊക്കെ ഉണങ്ങിപ്പോകും കേട്ടോ. ഇതിൻ്റെ വേരൊക്കെ അതുമ്പോൾ പറ്റിപ്പിടിച്ച് അതിൻ്റെ ഉള്ള ജീവൻ മൊത്തം ഇവർ ഇങ്ങോട്ട് വലിച്ചെടുക്കും. അപ്പോൾ അത് കാരണം നമുക്ക് ആവശ്യമില്ലാത്ത മരത്തുമ്മലൊക്കെ വേണത് കയറ്റി വിടാനായിട്ട്, അല്ലെങ്കിൽ കുറച്ച് നാളായുമ്പോൾ തെങ്ങുമ്മലൊക്കെ എനിക്ക് തോന്നുന്നു അത്രയ്ക്കില്ല. പക്ഷേ ഈ ചെറിയ മരങ്ങളുണ്ടല്ലോ, അവരൊക്കെ ഇങ്ങോട്ട് ഉണക്കി ഇങ്ങോട്ട് എടുക്കും വരും. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചെടുത്തു. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു പഴുത്ത കുരുമുളക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് പൊട്ടിച്ചെടുത്തു. കുറേ നമ്മൾ ഉണക്കി വെച്ചിട്ടുണ്ട്, ഇനി കടകളിലേക്ക് കൊടുക്കാനുള്ളതുണ്ട്, നമ്മൾ എന്നും വിൽക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് കുറച്ച് കിട്ടിയാലും അതായാലും വെയിലത്തിട്ടു. ബാക്കി നമ്മൾ ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഡാർക്ക് കളർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വീണ്ടും ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഒരു പഴുത്തത് ഉണ്ടായിരുന്നു. അപ്പോൾ ഗരം മസാല പൊടിക്കാൻ വേണ്ടിയിട്ട് ഇന്നാൾ ഞാൻ കുറച്ച് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ കറുവപ്പട്ടയും അതുപോലെ തന്നെ കുരുമുളകും ഇതൊക്കെ ഉള്ളത് കാരണം, ബേ ലീഫൊക്കെ ഉള്ള കാരണം നമ്മൾ പുറത്തുനിന്ന് മേടിക്കലില്ല. പെരുംജീരകം മാത്രമേ പുറത്തുനിന്ന് മേടിക്കലുള്ളൂ കേട്ടോ. പിന്നെ ഗ്രാമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥലത്ത് പോയിട്ട് നമുക്ക് ആരെങ്കിലുമൊക്കെ കൊണ്ടുവരലുണ്ട് ഫ്രഷ് ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചാണ് നമ്മൾ പൊടിക്കൽ. പിന്നെ ഏതായാലും ഉച്ചയ്ക്കേക്ക് കറി ഉണ്ടാക്കേണ്ട സമയമായി. അപ്പോൾ ഏതായാലും സോയാബീൻ വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും സോയ കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ വലിയ സോയായിട്ട് മേടിക്കാം. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒരു 3-4 പീസാക്കി മാറ്റും. അപ്പോൾ പുതിയ ഗരം മസാല പൊടിച്ചത് തന്നെ കുറേ വാരിക്കോരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി കുറച്ചിട്ടുള്ളൂ. ഇത്തവണ പൊടിച്ചതിൽ ഞാൻ കുറച്ചധികം കുരുമുളക് ഇട്ടാൽ നല്ല എരിവുണ്ട്. പിന്നെ മാങ്ങ ചമ്മന്തി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചാറുകറിയൊന്നും വെക്കുന്നില്ല. അപ്പോൾ ഏതായാലും ഇങ്ങനത്തെ ചമ്മന്തിൻ്റെ ഒക്കെ തന്നെ അത് മതി എല്ലാവർക്കും. അപ്പോൾ അതേ മാങ്ങ ചെറിയ പീസുകളാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ. അപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ അമ്മ അപ്പോഴേക്കും അതേ മുളക് ചുട്ടുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അപ്പോഴേക്കും ഉപ്പും അതുപോലെ തന്നെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം നമുക്കിതിലോട്ട്. പിന്നെ 2 മുളക് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊന്ന് അരിഞ്ഞതിന് ശേഷം വേണം നമ്മൾ നാളികേരം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇടണമെന്ന് ഇങ്ങനെ ഞങ്ങൾ സംശയിച്ചിരിക്കായിരുന്നു, കാരണം ഈ മുളകിന് ഭയങ്കര എരിവാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നല്ല പോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അത്ര അരയണ്ട, ജസ്റ്റ് അതെന്ന അല്ലാതെ ഒന്ന് ക്രഷായാൽ മതി. അപ്പോൾ അതേ അതിന് ശേഷം നമ്മൾ നാളികേരം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നാളികേരം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം മിക്സ് ചെയ്തതിൽ കറക്റ്റ് ഉപ്പായിരുന്നു. അപ്പോൾ ഈ നാളികേരം കൂടെ ചേർക്കുമ്പോൾ ഉപ്പ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ.
അരയ്ക്കുക എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ ഒന്ന് ക്രഷ് ചെയ്താൽ മതി. കാരണം നല്ല പോലെ അരഞ്ഞൊരു പേസ്റ്റ് പോലെയാവും. അത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതാണ് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി റെഡിയാക്കി വരുന്നവരെ നമുക്ക് സോയ ഒന്ന് വറുക്കാനിടാം. അപ്പോൾ അതേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് സോയ ഒന്ന് ഇട്ട് കൊടുക്കാം. സിമ്മിലിട്ട് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഭയങ്കര ഫ്രൈ ആവുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് നമ്മളിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒന്നുകൂടെ മൊരിയാനുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സിമ്മിലിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നവരേക്കും നമ്മൾ ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാങ്ങച്ചാറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങ ഇപ്പോൾ കിട്ടൽ കുറച്ച് കുറവാണ്. അതാണ് ഞാൻ മാങ്ങ കിട്ടിയപ്പോൾ ഞാൻ അച്ചാറിന് ഞാൻ എപ്പോഴും എടുക്കാറുണ്ട്. അപ്പോൾ ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കിനി ചമ്മന്തിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ സോയ വറുത്തതും അതുപോലെ തന്നെ മാങ്ങച്ചാറും. ചാറുകറി ഉണ്ടാക്കിയില്ല. എന്ന് അച്ഛന് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അച്ഛനാണ് ചാറുകറിയൊക്കെ ഇഷ്ടമുള്ള ആൾ. ചാറുകറി വേണം, അല്ലാണ്ട് കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ എന്തെങ്കിലും ചാറ് ഞങ്ങൾ ഉണ്ടാക്കലുണ്ട്. 2-3 സൈസ് കറികൾ എന്തായാലും ഉണ്ടാവലുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മാത്രം മതിയായാലും ഞങ്ങൾ ഇതൊക്കെ വെച്ച് ഇങ്ങനെ ഒപ്പിക്കും കേട്ടോ. ഞങ്ങൾക്ക് ചമ്മന്തിയൊക്കെ കൂട്ടി എനിക്ക് കഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് തൈരും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. തൈര് എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കൂട്ടി ചോറ് ഉണ്ണാൻ തുടങ്ങി. അങ്ങനെ ചമ്മന്തി നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. മുളക് പൊടി ചേർക്കാഞ്ഞത് എന്തോ ഭാഗ്യത്തിനാണ്. കാരണം അത്രയും എരിവായിരുന്നു. ഇപ്പോഴത്തെ മുളകിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എരിവാണ്. നമ്മൾ ഈ പൊടിപ്പിക്കുമ്പോൾ ഒക്കെ കാണാൻ ഭയങ്കര എരിവിൻ്റെ ഒരു കുത്ത്. അങ്ങനെ അതിന് ശേഷം ഞാൻ കുറച്ച് നേരം കൂടെ പഠിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു മാത്സിൻ്റെ ആ ഒരു ബോറടി മാറിക്കിട്ടും. അപ്പോൾ ഞാൻ ഇറയത്തിരുന്ന് കേട്ടോ പഠിക്കുന്നത്. എനിക്ക് അകത്തിരുന്നൊക്കെ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇറയത്തിരുന്ന് പഠിക്കുന്നത്. അപ്പോൾ രാത്രിയായാലും ഞാൻ ഇറയത്തിരുന്ന് കേട്ടോ കൂടുതലും പഠിക്കുക. ഇങ്ങനെ അകത്ത് ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കാറ്റും വെളിച്ചമൊക്കെ കൊണ്ട് ഇങ്ങനെ ഇറയത്തിരിക്കുക. നല്ല സുഖമാണ് നമ്മുടെ ഇറയത്തിരിക്കുക എന്ന് വെച്ചാൽ. ഭയങ്കര തണലാണ്. അതുപോലെ തന്നെ അടിയിൽ നല്ല തണുപ്പ്. ഇങ്ങനത്തെ തറ കാരണം ഭയങ്കര തണുപ്പാണ് അടിയിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഞാനിങ്ങനെ എഴുതി ഇങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് ഇങ്ങനെ പഠിച്ച് പോകണം. ഒരു ദിവസം ഒരു 3 ചാപ്റ്ററെങ്കിലും പഠിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ 2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എനിക്ക്. അത് തന്നെ നമ്മൾ ഒരു വിധപ്പെട്ടാണ് പഠിക്കുന്നത്. കാരണം എനിക്ക് ഈ ഇൻ്റഗ്രേഷൻ ഉണ്ടല്ലോ കണ്ണെടുത്താൽ കണ്ടുകൂടെ. അത്രയും എനിക്കിഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റാണ്. മാത്സോ എനിക്കിഷ്ടമല്ല, പക്ഷേ എന്തോ ഞാനത് എടുത്തു. അത് പറയില്ലേ, വരാനുള്ളത് എന്തായാലും വഴി തങ്ങൂല എന്ന് പറയുന്ന പോലെയാണ് മാത്സിൻ്റെ കാര്യം. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്ന് പഠിച്ച് ഓരോ പേജുകളും ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വരും. അത് ഫില്ലാക്കും. അതിന് ശേഷം ഞാൻ എടുത്ത് വയ്ക്കൊന്നുമില്ല കേട്ടോ. ആ പേജ് ഞാൻ കളയും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ചായ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏതായാലും ചായ കുടിച്ചിട്ടാവാം ബാക്കി പരിപാടി എന്ന് വിചാരിച്ചു. അതിന് ശേഷം പാല് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അത് തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം പഠിത്തം തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാല് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കി ഒന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം.